ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ജയിൽ ഉദ്യോഗസ്ഥരെത്തി ഉടൻ മാറ്റുമെന്നാണ് അറിയുന്നത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ട്രോക്ക് വന്ന കെ.പി. ശങ്കരദാസിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് എസ് ഐ ടി നേരത്തെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഒപ്പം തന്നെ ജയിലിലെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡോക്ടറും അടങ്ങുന്ന ഒരു വിദഗ്ധ സംഘമായിരുന്നു ഇത്. ഇവരെത്തി കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. അപ്പോഴാണ് കെ.പി. ശങ്കരദാസിന്റെ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയാലും മതി എന്നുള്ള ഒരു നിലപാടിലേക്ക് എസ് ഐ ടി എത്തിയത്. ഇതിന്മേൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് പരിശോധന നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറിയത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതിയെ കെ.പി. ശങ്കരദാസിന്റെ ആരോഗ്യനില അറിയിക്കുകയും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കെ.പി. ശങ്കരദാസിനെ മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരുടെ മെഡിക്കൽ സംഘവുമായി ഇപ്പോൾ നേരിട്ട് തിരുവനന്തപുരത്ത് ശങ്കരദാസ് കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ശങ്കരദാസിനെ ഇവിടെ നിന്ന് എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതായത് റിമാൻഡിൽ കഴിയുകയാണ് ശങ്കരദാസ്. 14 ദിവസത്തേക്ക് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തത്. വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് ആശുപത്രിയിൽ എത്തിക്കൊണ്ടായിരുന്നു റിമാൻഡ് നടപടികൾ പൂർത്തീകരിച്ചത്. അങ്ങനെ റിമാൻഡിലായിട്ടുള്ള പ്രതിയായിട്ടുള്ള കെ.പി. ശങ്കരദാസ് ഇനിയിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്നതിൽ ചില നിയമപ്രശ്നങ്ങളും ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല, ഈ ചികിത്സ മെഡിക്കൽ കോളേജിൽ നൽകാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് എസ് ഐ ടി നിയോഗിച്ച മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ അനുമതിയോടുകൂടി ഇപ്പോൾ ആശുപത്രി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ കെ.പി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾ നിലനിന്നിരുന്നു. അതിൽ കടുത്ത വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആശുപത്രിയിലായിരുന്നിട്ട് കൂടി കെ.പി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ആശുപത്രിയിലുള്ള ശങ്കരദാസിനെ, അതായത് ICUവിൽ കഴിയുന്ന ശങ്കരദാസിനെ ഈ അറസ്റ്റ് വിവരം ധരിപ്പിക്കാൻ കഴിയുമോ, അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ശങ്കരദാസിനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും റിമാൻഡിൽ കഴിയുന്നതിൽ ജയിലിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിലേക്ക് മാറ്റാനോ കഴിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചുകൊണ്ട് വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൊല്ലം വിജിലൻസ് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത്. എസ് ഐ ടിയും ഇതേ നിലപാട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു മെഡിക്കൽ സംഘം രൂപീകരിച്ചുകൊണ്ട് തുടർ പരിശോധനകളൊക്കെ നടത്തി വന്നത്. ആ പരിശോധനയുടെ ഫലമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എസ് ഐ ടിക്ക് ലഭിക്കുകയും എസ് ഐ ടി അതിന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിക്കുകയും തുടർന്ന് ഈ നടപടികളിലേക്ക് എത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി ഭേദമാകുന്ന മുറയ്ക്കായിരിക്കും ബാക്കി നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ നിലവിൽ ഇന്നലെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഡോക്ടർ അടക്കമുള്ള ആളുകളാണ്, മെഡിക്കൽ വിദഗ്ധരാണ് എത്തിക്കൊണ്ട് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തിയത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ആ പരിശോധന പൂർത്തിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്രയും കാലതാമസം വരാറില്ലാത്തതാണ്. പക്ഷേ ഇതൊരു സാധാരണഗതിയിലല്ലാത്ത കേസായതുകൊണ്ട്, പ്രത്യേകിച്ച് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രം കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ പരിശോധനയും ഒപ്പം തന്നെ ഈ റിമാൻഡിൽ വിടുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോടതിയുടെ മേൽനോട്ടത്തിലാണ് പൂർത്തീകരിച്ചത്. അതുകൊണ്ട് ഈ കാര്യവും ഇന്ന് കോടതിയെ അറിയിച്ചിരുന്നു. കോടതിയാണ് ഇതിനകത്ത് കൃത്യമായി എന്തൊക്കെ ചികിത്സ നൽകാൻ കഴിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ സംഘത്തോട് ആരായുകയും അവർ ഇതിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. വിനീത, ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.